മലപ്പുറം തിരൂരിൽ മാലിന്യ ടാങ്കർ ലോറി തടഞ്ഞ പോലീസിനിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. 35 കിലോമീറ്റർ പിന്തുടർന്ന് അതിസാഹസികമായാണ് പ്രതികളെ പിടികൂടിയത്. മുഹമ്മദ് റാഫി, ഫൗസാൻ, ജംഷീർ എന്നിവരാണ് അറസ്റ്റിലായത്. കൂടുതൽ വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, സിനിമാ രംഗങ്ങളിലേതുപോലെ തന്നെ അതിസാഹസികമായി കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് പോലീസ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? എവിടെ നിന്നുള്ള മാലിന്യമായിരുന്നു ഉണ്ടായിരുന്നത്? വിവരങ്ങൾ നൽകാം. ഇന്നലെ രാത്രിയിലാണ് പോലീസിന്റെ പതിവ് രാത്രി വാഹന പരിശോധനയ്ക്കിടെയായിരുന്നു. വാഹനം കൈ കാണിച്ചു, അപ്പോൾ നിർത്തിയില്ല. അത് ഒപ്പം തന്നെ അത് പോലീസ് വാഹനത്തിൽ ഇടിക്കാനും SI ഇടിക്കാനും ശ്രമിക്കുകയായിരുന്നു. തിരൂർ പോലീസ് സ്റ്റേഷനിലെ SIക്ക് നേരെയായിരുന്നു ഈ ആക്രമണ ശ്രമം ഉണ്ടായത്. തുടർന്ന് ഈ വാഹനം അമിത വേഗത്തിൽ പോവുകയായിരുന്നു. ഇതൊരു ടാങ്കർ ലോറിയാണ്, ഇതിനകത്ത് കക്കൂസ് മാലിന്യമാണ് എന്നുള്ളത് പിന്നീടാണ് പോലീസിന് മനസ്സിലാവുന്നത്. പിന്നീട് ഏകദേശം 35 കിലോമീറ്ററോളം ഈ വാഹനത്തെ ചേസ് ചെയ്താണ് പിന്നീട് ചാലിയത്തു നിന്നും പോലീസ് ഇതിനെ പിടികൂടുന്നത്. പരപ്പനങ്ങാടി പോലീസും ഒപ്പം തന്നെ താനൂർ പോലീസിന്റെയും സംയുക്ത ഓപ്പറേഷനിലാണ് തിരൂർ പോലീസ് ഈ പ്രതികളെ പിടികൂടുന്നത്. 3 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നത്. ഇവർ 3 പേരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് നേരത്തെയും ഇത്തരം പ്രവർത്തനങ്ങൾ, അതായത് ഈ കക്കൂസ് മാലിന്യം വലിയ തുകയ്ക്ക് പ്രവർത്തികൾ ഏറ്റെടുക്കുകയും അവ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവ നിക്ഷേപിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് പോലീസിന്റെ വിവരം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധന തന്നെയായിരുന്നു പോലീസ് നടത്തിയിരുന്നത്. അപ്പോഴാണ് ഈ വാഹനം പോലീസിനെ ഇടിക്കാനുള്ള ഒരു ശ്രമവും തന്നെ നടത്തിയത്. എന്തായാലും പോലീസിന് പരിക്കൊന്നും പറ്റിയില്ല എന്നുള്ളത് മാത്രമാണ് ഏറെ ആശ്വാസകരം. തിരൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ നിർമ്മലിനായിരുന്നു. നിർമ്മലിന്റെ നേതൃത്വത്തിലാണ് ശരി, വ്യക്തമാണ്.